സ്ഥിതി മോശമായപ്പോൾ ഞങ്ങൾ കുട്ടിയെ ഇവിടുന്ന് എവിടേക്കെങ്കിലും മാറ്റിക്കോട്ടെ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നോക്കട്ടെ എന്നാണ് ഡോക്ടറിൽ നിന്ന് കിട്ടിയ പ്രതികരണം. അതിനുശേഷം അവർ തന്നെയാണ് വന്ന് പറഞ്ഞത്, ഒരു മണിക്കൂറിന് ശേഷം വന്ന് പറഞ്ഞു, 1 മണിക്കൂറിന് ശേഷം അവർ വന്ന് പറഞ്ഞു ആസ്ട്രോമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇത്രയും ഗുരുതരാവസ്ഥയിലാണ്, എത്രയും മാറ്റണമെന്നല്ല അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനു മുൻപേ ഞങ്ങളതിന് തയ്യാറായ ഒരു മനസ്സോടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരിങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് എന്തായാലും എത്രയും വേഗം ഞങ്ങൾ മാറ്റാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുക്കമായിരുന്നു. പക്ഷേ അവിടെ ആംബുലൻസ് എല്ലാം എത്താനുള്ള സമയദൈർഘ്യം സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാണ്. ഞങ്ങൾക്ക് കൃത്യസമയത്ത് കുട്ടിക്ക് വേണ്ടതായ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്. പിന്നീട് ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി, ഏകദേശം 7 മണിയോടുകൂടി അവർ ആസ്റ്ററിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഗൗരവമായ ഒരവസ്ഥ അവർക്കറിയാമായിരുന്നിട്ട് ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊന്നും ആലോചിച്ചില്ല. സാമ്പത്തികം അനുവദിക്കുന്നില്ലെങ്കിൽ പോലും കുട്ടിയെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷേ അതിനുശേഷവും ഏകദേശം 3 മണിക്കൂറോളം കഴിഞ്ഞാണ് ആംബുലൻസ് സൗകര്യമെല്ലാം അവിടെ എത്തിപ്പെട്ടത്. ഡോൺ ബോസ്കോ അധികൃതർ തന്നെയാണ് ആംബുലൻസ് എല്ലാം അറേഞ്ച് ചെയ്തെങ്കിലും ഹോസ്പിറ്റലിൽ ആംബുലൻസ് എത്താനായിട്ട് ഒരുപാട് വൈകി. 3 മണിക്കൂർ വൈകിയാണ് ആംബുലൻസ് എത്തിയത്. കൂടാതെ 1 മണിക്കൂറോളം നമ്മുടെ യാത്രയും കൂടി കഴിഞ്ഞ് അവിടെ ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും ഏതാണ്ട് 4 മണിക്കൂർ വൈകി. ആ 4 മണിക്കൂറാണ് ഈ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത്. അത് തീർത്തും ഡോൺ ബോസ്കോ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. സ്ഥിതി മോശമായപ്പോൾ ഞങ്ങൾ കുട്ടിയെ ഇവിടുന്ന് എവിടേക്കെങ്കിലും മാറ്റിക്കോട്ടെ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നോക്കട്ടെ എന്നാണ് ഡോക്ടറിൽ നിന്ന് കിട്ടിയ പ്രതികരണം. അതിനുശേഷം അവർ തന്നെയാണ് വന്ന് പറഞ്ഞത്, 1 മണിക്കൂറിന് ശേഷം വന്ന് പറഞ്ഞു, 1-1.5 മണിക്കൂറിന് ശേഷം അവർ വന്ന് പറഞ്ഞു ആസ്ട്രോമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇത്രയും ഗുരുതരാവസ്ഥയിലാണ്, എത്രയും മാറ്റണമെന്നല്ല അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനു മുൻപേ ഞങ്ങളതിന് തയ്യാറായ ഒരു മനസ്സോടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരിങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് എന്തായാലും എത്രയും വേഗം ഞങ്ങൾ മാറ്റാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുക്കമായിരുന്നു. പക്ഷേ അവിടെ ആംബുലൻസ് എല്ലാം എത്താനുള്ള സമയദൈർഘ്യം അതാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഇത്രയും വഷളാണെന്ന് ഞങ്ങൾക്ക് ആർക്കും ബോധ്യം ഉണ്ടായിരുന്നില്ല. ഇത്രയും ഇതാണ്. ഡെലിവറി ടൈമിൽ രക്തസ്രാവം ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ അത് എന്തെങ്കിലും പരിഹരിക്കാനുള്ള നടപടികൾ അവർ എടുത്തില്ലായിരുന്നു? രക്തസ്രാവം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പ്രൈമറി ആയിട്ട് ആദ്യം എന്തോ ഗുളിക ടാബ്ലറ്റ്സ് കൊടുത്തെന്നോ അതിനുശേഷം എന്തോ IV കൊടുത്തു. അത് അങ്ങനെ 2-3 സ്റ്റെപ്പായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയെന്ന് അവർ പറയുന്നു. എന്നിട്ടും ബ്ലീഡിങ് നിലയ്ക്കാതെ ആയപ്പോഴാണ് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഞങ്ങളോട് വന്ന് പറയുന്നത്. അതെല്ലാം ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ടായിരുന്നു ഇതെല്ലാം നടന്നത്. പിന്നെ അത് കൺട്രോളായി എന്ന് ഇവർ പുറമേ ഉള്ള ഈ സംഗതി മാത്രം നിയന്ത്രണ വിധേയമായി എന്നാണ് അവർക്ക് ബോധ്യമായിരിക്കും. ബാക്കിയുള്ള കാര്യം ഇൻറ്റേണലായിട്ട് എന്ത് സംഭവിക്കുന്നു പോലും മനസ്സിലാക്കാനോ അത് ശ്രദ്ധിക്കാനോ ഒന്നും അവർക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങളിലായിട്ടാണോ എന്തുകൊണ്ടോ അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഗുരുതരാവസ്ഥയിലാണ് കുട്ടി അവിടെ ചെല്ലുന്നത് എന്നുള്ളതിൻ്റെ ബോധ്യം ഞങ്ങൾക്ക് വരുന്നത്. എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്? ആസ്ട്രകാർ പ്രത്യേകിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ രക്തം ഏതാണ്ട് 70% തന്നെ നഷ്ടപ്പെട്ടു. അതിൽ രക്തത്തിലുള്ള കംപ്ലീറ്റ് കണ്ടൻസും പോയി കഴിഞ്ഞു. വളരെ വിലയേറിയ മരുന്നുകളാണ് ഈ രക്തം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ അതിൻ്റെ സപ്പോർട്ടീവായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആസ്ട്രകാർ സമയാസമയങ്ങളിൽ അവർ നമ്മളെ ആ ചെലവുകളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ചികിത്സകളും ചെയ്തിരുന്നത്. ബ്ലഡ് കൊടുക്കാനുള്ള ബ്ലഡ് ഇത്രയും പോയി എന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാനുള്ള യാതൊരുവിധ നടപടിയും ഡോൺ ബോസ്കോന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലേ? ഇത്രത്തോളം ഗുരുതരാവസ്ഥയിൽ ബ്ലഡ് പോയി എന്നുള്ളതൊന്നും നമ്മളെ ഇവർ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇവിടെ അതിന് ബ്ലഡ് ഇല്ല, ബ്ലഡ് ബാങ്ക് ഇല്ല, ബ്ലഡ് അവിടെ അത്യാവശ്യത്തിനുള്ള ബ്ലഡ് പോലും അവിടെ സ്റ്റോക്കില്ല ഒരു രീതിയിൽ. ഞങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിലും അന്ന് ഈ ഡെലിവറി ടൈമിൽ ഇത്രയും വേണ്ടി വരും, നിങ്ങൾ കരുതിക്കൊള്ളണം, അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്ലീഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ എത്രയും വേഗം ബ്ലഡ് എത്തിക്കണമെന്ന് നമ്മളിവിടെ നിന്ന് ഓടി ആലുവ ബ്ലഡ് ബാങ്കിൽ ചെന്നു. അവിടെ ഇല്ല, AB പോസിറ്റീവ് ബ്ലഡ് അവിടെ ഇല്ല. ഒരു യൂണിറ്റോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അതും പിന്നെ വേറെ ഒരു യൂണിറ്റ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ പ്ലാസ്മ വേർതിരിച്ചെടുക്കാനൊക്കെ സമയം എടുത്തു. ഇതെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളോട് വരുമ്പോഴേ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. നോർമൽ ഡെലിവറി ആയിരുന്നു, ഒരു കോംപ്ലിക്കേഷൻ മുൻപ് പറഞ്ഞിട്ടില്ല? ഇല്ല, ആ കുട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല.
അവരുടെ ഓരോ വിസിറ്റിങ്ങിലും കുട്ടി ഓക്കെ എന്ന് അവർ ആശുപത്രി അത് ചെയ്യേണ്ടതായ ചെക്കപ്പുകളെല്ലാം ചെയ്ത് അതിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിലായിരുന്നു ഡെലിവറി വരെ. ഡെലിവറിയുടെ തലേന്ന് അഡ്മിറ്റ് ആകാൻ പോകുമ്പോഴും കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. പിറ്റേ ദിവസം ചെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് പ്രസവ വേദന ഉണ്ടാകാനുള്ള മരുന്ന് കൊടുത്തു, സ്വാഭാവികമായിട്ടും പ്രസവിക്കുകയും ചെയ്തു. പരാതി കൊടുക്കാനുള്ള ഇപ്പോൾ അവർ ആശ്രയക്കാരാണത് കംപ്ലൈൻറ്റ് ചെയ്തത്. അങ്ങനെ പറവൂർ പോലീസ് സ്റ്റേഷനും സ്വാഭാവികമായ കേസെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പരാതിയിലേക്ക് നീങ്ങുന്നുണ്ട്. പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കാനുള്ള നടപടി. 12:55 പ്രസവം നടന്നിട്ട് എത്ര മണിക്കാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം അറിയിച്ചത്? ഏകദേശം 7 മണിയായിട്ടുണ്ട്. അതെ, 4 മണിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്.